കലിയുഗത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിഹാരമായി ഒരുപാട് പേർ വരാഹി ദേവിയെ ആശ്രയിക്കാറുണ്ട്. ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ശക്തിയാണ്. എന്നാൽ കുറച്ചു പേർക്കെങ്കിലും ദേവിയുടെ അവതാരത്തെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. ആദിപരാശക്തിയിൽ നിന്ന് ഉത്ഭവിച്ച 7 മാതൃദേവതകളിൽ ഒരു ദേവതയാണ് വരാഹി ദേവി. ലളിത ത്രിപുര സുന്ദരി, രാജരാജേശ്വരി, ഭുവനേശ്വരി എന്നെല്ലാം അറിയപ്പെടുന്ന ആദിശക്തിയുടെ സർവ്വസൈന്യാധിപനായും അറിയപ്പെടുന്നു. വലിയ വലിയ സൗഭാഗ്യങ്ങൾ വരാഹിയമ്മയുടെ അനുഗ്രഹത്താൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഇന്നു മുതൽ 2 ദിവസം വളരെയധികം സൂക്ഷിക്കേണ്ട, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള 3 നക്ഷത്ര ജാതകരുണ്ട്. അതിന് കാരണം ചന്ദ്രാഷ്ടമി കഴിഞ്ഞു വരുന്ന ദിവസമാണ് അഷ്ടമി. ചന്ദ്രാഷ്ടമി സമയത്ത് ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ദോഷം ചെയ്യും. ചില രാശിക്കാർക്ക് ഈ 2 ദിവസം ഒരു അല്പം ശ്രദ്ധയോടെ കൂടി നിൽക്കണമെന്ന് പറയുവാൻ കാരണം ഇവരുടെ ജീവിതത്തിൽ വേണ്ടാത്ത ദുഷ്പേരുകൾ കേൾക്കുവാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി വഴക്കിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ ചെയ്യാത്ത കുറ്റത്തിനു പോലും എന്തെങ്കിലും രീതിയിൽ പഴി കേൾക്കേണ്ടതായ ഒരു കാരണം വന്നു ചേരും. തിരുവാതിര, പുണർദം എന്നീ നക്ഷത്ര ജാതകർക്ക് വരാഹിയമ്മയുടെ അനുഗ്രഹം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ 3 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടം കൊയ്യുന്ന സമയമാണ്. ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറുന്ന സമയമാണ്. ജീവിതത്തിൽ ഇനി ഒരുപാട് വലിയ ഉയർച്ചയ്ക്ക്, പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ഉയർച്ചയ്ക്ക് സമയമായിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമം ഇവർ നടത്തുകയും അത് വിജയത്തിലെത്തുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും ഇവർക്ക് ഭാഗ്യം വന്നു ചേരും. ഇവർക്ക് ബിസിനസ്സിലൂടെ വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെ ഇവരുടെ പ്രത്യേകത തന്നെയാണ്. ധനപരമായിട്ട് നേട്ടമുണ്ടാക്കും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങൾ വന്നു ചേരും. രാഷ്ട്രീയത്തിലും നേട്ടങ്ങൾ വന്നു ചേരും. ഇവരുടെ ജീവിതം ഇനി അങ്ങോട്ട് മാറും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ സാധിക്കുക തന്നെ ചെയ്യും. 3 രാശിക്കാർക്ക് സിദ്ധയോഗമാണ്, ഭാഗ്യമാണ്, ഗജകേസരി യോഗമാണ്, കുതിച്ചുയരുന്ന സമയമാണ്. ധനമാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവരുടെ കാര്യത്തിൽ. കടങ്ങളൊക്കെ മാറിക്കിട്ടും. വിഷമതകളൊക്കെ തീർച്ചയായും മാറിക്കിട്ടും. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. നല്ല ഒരു സമയത്തിലേക്ക്, നല്ല ജീവിത വിജയത്തിലേക്ക് വന്നു ചേരും. അത് ഇവരെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളാണ് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നല്ല ജീവിതം നമുക്ക് നേടിയെടുക്കാൻ ഈ 9 നക്ഷത്രക്കാർക്ക് കഴിയും. നിത്യവും സൂര്യോദയത്തിന് മുൻപ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കിടപ്പുമുറിയിൽ കിഴക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങണം. കട്ടിലിൽ നിന്നും വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കണം. എന്നിട്ട് ആദ്യമായി തറയിൽ മുൻവശത്ത് വലത് കൈയിലെ ചൂണ്ടാനി വിരൽ കൊണ്ട് ഭൂമിദേവിയെ ശിരസിൽ വെക്കുക. അതൊക്കെ നമുക്ക് ഒരുപാട് ഐശ്വര്യം തരും, എനർജി തരും. നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനും നമുക്ക് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുവാനും കാരണമാകും. 2 കൈകളും ചേർത്ത് പിടിച്ച് മുഖദർശനം ചെയ്യണം. വിരലിന്റെ അഗ്രത്തിൽ ലക്ഷ്മിയും ഉള്ളം കൈയിൽ സരസ്വതിയും അഗ്രഭാഗത്ത് ദുർഗയും സങ്കല്പിക്കണം. സന്ധ്യാനേരത്തെ ഗ്രഹങ്ങളിൽ ദീപം കൊളുത്തണം. അത് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കണം. വിളക്കിൽ ഭസ്മം, ചന്ദനം, പുഷ്പം ചാർത്തുക. എല്ലാവരെയും വരാഹി ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാമറമാൻ കൈലാസിനൊപ്പം SBS.